Don't know if I can find my way out. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ചെറി ബ്ലോസം കാണാൻ വേണ്ടി പോവാ. എന്തെങ്കിലും ഇതൊക്കെ ഞാൻ ഇടും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ചെറി ബ്ലോസം കാണാൻ പോവാ. പക്ഷേ ഞങ്ങളിപ്പോ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോ അടുത്താണ്. ഓക്കെ ഇയാള് വേണ്ട. അപ്പൊ ഇവിടെ ഇപ്പൊ സ്പ്രിങ് ആയപ്പോഴത്തേക്ക് ഇപ്പൊ ചെറി ബ്ലോസം ഒക്കെ വന്ന്. പക്ഷെ ഇന്നലെയൊക്കെ മഴയായിരുന്നു, അതുകൊണ്ട് അവിടെ വല്ലതും കാണുമെന്ന് അറിയത്തില്ല. അപ്പൊ ഞങ്ങളൊന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു. സോ നമുക്ക് ഐ തോട്ട് ഓഫ് ഒരു മേക്കപ്പ് വീഡിയോ എടുക്കാതെ. ഞാൻ പെട്ടെന്ന് ക്വിക്കായിട്ട് ഒരു മേക്കപ്പ് ചെയ്യാൻ പോവാ. അപ്പൊ അത് കാണിച്ചു തരാം. കറക്റ്റർ ഇട്ട് ഇനി പാടൊക്കെ ഒന്ന് മാറ്റാം. ബിബ്രോന്റെ കളർ കറക്റ്ററാണ് യൂസ് ചെയ്യുന്നത്. സമയമില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഇടണം. 7 മണിക്ക് പോവാന്ന് പറഞ്ഞ് എഴുന്നേറ്റ ഞങ്ങളാ. ഇപ്പം 8:45. അത്രയായി. അതൊന്ന് സെറ്റായി. ഇപ്പം നെക്സ്റ്റ് ക്ലിനിക്കിൻ്റെ കൺസീലർ ഒക്കെ കൊടുക്കാം. നമ്മൾ എവിടെയാ പോകുന്നത്? യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോയിലല്ലേ? ഞാനിവിടെ കണ്ണാടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഫോണിൽ കോക്കണ്ട വന്നാലിരിക്കും. എന്താ കൺസീലർ ഇട്ടൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം ബ്ലെൻഡ് ചെയ്യാൻ. പക്ഷെ എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ബ്ലെൻഡ് ചെയ്യുക. കൺസീലർ ഇട്ടതിന് ശേഷം ഞാൻ ഈ ഡി ആൽബന്റെ ഒരു മിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ഗുഡ് സാധനം. ലൈക്ക് നിങ്ങളുടെ സ്കിൻ ഗ്ലാസ് സ്കിൻ പോലെ ആവണമെങ്കിൽ ഇനി ഇതൊന്ന് ഉണങ്ങണം. ഇപ്പം തന്നെ ഒരു ഗ്ലോ വന്നിട്ടുണ്ടല്ലോ. യൂസ് ചെയ്യുന്നത് ഒരു ടിൻറ്റാ. ഇത് എസ്റ്റേ ലോഡറിൻ്റെ ഫോക്കസ് എസ്റ്റേ ലോഡറിൻ്റെ ഒരു ടിൻറ്റ്. അത് ഞാൻ ഈ മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീമായിട്ട് കുറച്ച് മിക്സ് ചെയ്യും. സ്ട്രോപ്പ് ക്രീമിനകത്തേക്ക് എസ്റ്റേ ലോഡറിൻ്റെ ഒരു ടിൻറ്റ് ഉണ്ട്, അതിൽ 2 to 3 ഡ്രോപ്സ് ഇട്ടിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഗ്ലോ വരും. എൻ്റെ സ്കിൻ ഓൾറെഡി കുറച്ച് ഡ്രൈ സ്കിന്നാണ്. അപ്പം എനിക്ക് ഇച്ചിരി ഗ്ലോ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് മറ്റേ ഫൗണ്ടേഷൻ ഇട്ടൊരു ഫീലൊന്നും വരില്ല, പക്ഷെ നല്ലൊരു ഗുഡ് സ്കിൻ കിട്ടും. ജസ്റ്റ് ഇങ്ങനെ ഇട്ട് ഉരയ്ക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്തെടുത്തത്. എൻ്റെ ബ്രഷ് അടിഞ്ഞു പോയി ഗൈസ്. ഈ പൊട്ട ബ്രഷ് വെച്ച് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് വരും. നെക്സ്റ്റ് ഞാൻ കുറച്ച് ഐ ഷാഡോ ഇടാൻ പോകും. ഈ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഐ ഷാഡോ പാലറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെറി ബ്ലോസം കാണാൻ പോകുന്ന കാരണം ഇച്ചിരി പിങ്ക് ഷെയ്ഡ് ഇടാം. എളുപ്പം മേക്കപ്പ് ചെയ്യാൻ കുറച്ച് താഴെ കൂടെ ഇടാം, അല്ലെങ്കിൽ ബോറാവും. ഈ പാലറ്റിൽ നിന്ന് ഈ ഗ്ലിറ്ററും കുറച്ച് ഇടുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യാം. ഐബ്രോ ഫില്ല് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് മെബലൈൻ്റെ സ്റ്റുഡിയോ ടാറ്റൂൻ്റെ ഒരു ഐബ്രോ ജെല്ലാണ്. ഞാൻ ഐബ്രോ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് കുറച്ച് ബ്ലഷ്. ഇത് ഞാൻ ക്ലിനിക്കിൻ്റെ ഒരു ബ്ലഷ് സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇതാകുമ്പോൾ എളുപ്പമാണ്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചാൽ മാത്രം മതി, ബ്ലഷ് വന്നോളും. Oh my God, guest appearance. നീ റെഡിയായി? അവിടെ എന്റെ ഡ്രസ്സും കൂടെ ഒന്ന് എടുത്തോണം. ഞാൻ ആ വൈറ്റ് ഡ്രസ് ഇട്ടാലോന്ന് ആലോചിക്ക. എന്നിട്ട് അതിന്റെ പുറത്ത് ഡെനിം ജാക്കറ്റ് ഇട്ടാലോ? എന്നാ അത് എടുത്തരുമോ? ഞാൻ എടുത്തോളാം. അതെനിക്കറിയില്ല. ഞാൻ എടുക്കാം. ബ്ലാക്ക് ടീഷർട്ടും ബ്ലാക്ക് ടീഷർട്ടാ? ബ്ലാക്ക് ടീഷർട്ടും ബ്ലാക്ക് ലെഗിങ്സും പിന്നെ അതിന്റെ കുറച്ച് ഡെനിം ഇടും. ഡൺ വിത്ത് മൈ ബ്ലഷ്. ഇപ്പം ഞാൻ നേരത്തെ എഴുന്നേറ്റ് കാരണം നമ്മൾ ഉറക്കക്ഷീണം അറിയരുത്, അതുകൊണ്ട് നമ്മൾ കുറച്ച് അധികം ബ്ലഷ് ഇടണം, അപ്പോൾ ഉണർന്നിരിക്കും. ഹൈലൈറ്റർ. ദിസ് ഈസ്
സെയിൻ്റെ ഒരു ഹൈലൈറ്ററാണ്. ഇത് അടിപൊളി ഹൈലൈറ്ററാണ്. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിനകത്ത് മറ്റേ ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് കുറവാണ് ആൻഡ് നല്ല ഗ്ലോ കിട്ടും. ഞാൻ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ടാബ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലിപ്സ്റ്റിക് കൊണ്ടിട്ട് ഡൺ. ലിപ്സ്റ്റിക്ക് ഞാൻ മാക്കിൻ്റെ ലോക്ട് കിസിൻ്റെ 72 മോസ്റ്റ് ക്യൂരിയസ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് ഇടാം. ഞാൻ ലൈനർ വരയ്ക്കാറില്ല, ഈ ലിപ്സ്റ്റിക് വെച്ച് തന്നെ ഇങ്ങനെ ആക്കുക ചെയ്യും. കേസ് ഞാൻ എൻ്റെ മേക്കപ്പ് ഡൺ. ഇനി കുറച്ച് ഫിക്സിങ് സ്പ്രേ, സെറ്റിംഗ് സ്പ്രേ ഇങ്ങോട്ട് അടിക്കണം. ഇത് മാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ. ഓക്കെ, അങ്ങനെ ഡണ്ണായിരിക്കുന്നു. ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാം. സിമ്പിൾ ആൻഡ് ഈസി മേക്കപ്പ്, പക്ഷെ നല്ല ഗ്ലോ ഇല്ലേ. ഞാൻ വേഗം പോയി ഡ്രസ്സ് ഇട്ടിട്ട് വരാം. ഇപ്പം ഞങ്ങൾ റെഡിയായി പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡ്രസ്സായിട്ടേക്കുന്ന ഒരു ഡെനിം ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ബിക്കോസ് തണുപ്പാണെങ്കിൽ അല്ലെങ്കിൽ പണിവാളും. ഇനി അവിടെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടുത്തെ ഇതൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഹൈറ്റിൻ്റെ വീഡിയോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം സത്യം നിൽക്കുക. അപ്പോൾ ഞങ്ങൾ പോകാൻ റെഡിയായി, ക്യാമറ ഒക്കെ എടുത്ത് സെറ്റായി. ഇനി ഇതാണ് എൻ്റെ മേക്കപ്പ് ഔട്ട്ഫിറ്റ്. അല്ല, ഞാനൊരു ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഡെനിം മറച്ചിട്ട് ഒരു ഡെനിം ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. കാരണം തണുപ്പുണ്ട്, അപ്പം അല്ലെങ്കിൽ തണുക്കും. ഇനി ലേറ്റായ പണിവാളും. ലൈക്ക് അവിടെ ക്രൗഡായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ഫോട്ടോസൊന്നും കിട്ടത്തില്ല. അപ്പം നമുക്ക് വേഗം പോകാം. ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ ഇതൊക്കെ കാണിച്ചു തരാം. ആ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. വെള്ളം കുടിച്ചില്ല, സാരല്ല, മതി. ഓ സത്യനെ കൊണ്ട് ഞങ്ങൾ ഇറങ്ങി. ഇനി അവിടെ പോകണം. ഇതാണ് ഞങ്ങളുടെ വീട്. നല്ല രസമല്ലേ കാറ്റത്ത് തുളിപ്പാട് നോക്ക്. എവിടെയാന്ന് അറിയത്തില്ല ഞങ്ങക്ക് കറക്റ്റ് ലൊക്കേഷൻ അല്ലേ. അഞ്ജലിയൊക്കെ വരാന്നാ പറഞ്ഞത്, പക്ഷെ അതിക്ക് ജോലിയുണ്ട്, അതുകൊണ്ട് അഞ്ജലി വന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വഴി അറിയത്തില്ല, അവർക്ക് വഴി അറിയത്തുള്ളായിരുന്നു. ഇനി അഞ്ജലിയിൽ വിളിച്ചിട്ടാണ്, അഞ്ജലി എടുക്കുന്നില്ല. ക്യാമറ ചാർജ് ചെയ്തോ സത്താ? ക്യാമറ ഫുൾ ചാർജ്. ഇന്ന് രാവിലെ ഇല്ല എന്താ തൂത്തിയത്? രാവിലെ ഒരു അരമണിക്കൂർ മതി ഫുൾ ചാർജ് ആവും. അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു കണ്ണാടി വെച്ച് നോക്കിയ പിന്നെ അല്ലാതെ ഉണ്ട് മൊത്തം കാർബൺ. അവിടെ ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോ ഒരു മണ്ണാങ്കട്ടയും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത്രയും മേക്കപ്പ് ഒക്കെ ഇട്ടും കാവടി തുള്ളി പോവാ. എനിക്ക് അറിയില്ല കേട്ടോ, ഈ യൂണിവേഴ്സിറ്റി ഓഫ് സ്കാർബറോ ക്യാമ്പസ് എന്ന് പറയുന്നത് കുറെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ എൻട്രൻസ് ഉണ്ട്. ഏതിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ആ മാംഗോ ചേട്ടന്റെ വണ്ടിയില് സ്പ്രേ പെയിന്റ് അടിച്ചെന്ന്. നോക്കിക്കേ, അവിടെ ഒരു മാങ്ങ വയ്ക്കുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടന്റെ വണ്ടി ഫുള്ള് ഇന്നലെ രാത്രി 2 ചെക്കന്മാരെന്ന് സ്പ്രേ പെയിന്റ് അടിച്ച് നശിപ്പിച്ച് ആ വണ്ടി. പാവം ചേട്ടൻ. എല്ലായിടത്തും മറ്റേ മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞ്. പക്ഷെ ഇപ്രാവശ്യം സ്പ്രിങ് ഭയങ്കര ലേറ്റാ. ഇതുണ്ട് അവിടെയൊക്കെ മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞ് നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ഫോണിൽ കൂടെ നോക്കുമ്പോ ഒരു ഭംഗിയില്ല. അതെന്താവോ? ഫോണിന്റെ ക്യാമറ സെറ്റിംഗ്സ് ഞാൻ ഫോണിന്റെ ക്യാമറ സെറ്റ് ഗുഡായിട്ടേക്കണം. എനിക്ക് ഫ്രെയിം ഇഷ്ടപ്പെട്ട്. നൈസ് ഫ്രെയിം അല്ലേ? വിചർമ്മിച്ച അതിന്റെ കാർ അങ്ങനെയാ. ഞാൻ അതിൽ കയറിയിരുന്ന് അതിങ്ങനെ ചെയ്താൽ മതി, അപ്പൊ തന്നെ അതെന്നെ ലോക്കാക്കും. പിന്നെ എനിക്ക് അനങ്ങാൻ പറ്റത്തില്ല ആ കാറിനകത്ത്. അയ്യോ, പക്ഷെ അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രസം ഉണ്ടായിരുന്നില്ലേ. അവര് വന്നില്ല, വിളിച്ചിട്ട് ഫോൺ കൂടി എടുക്കുന്നില്ല. നല്ല ഉറക്കത്തില്ലെന്ന് തോന്നുന്നു. ഇവിടെ കുറെ ചെറി ബ്ലോസം സ്പോട്സ് ഉണ്ട്. കഴിഞ്ഞതിന്റെ മുന്നത്തെ പ്രാവശ്യം നമ്മൾ പോയത് ഹൈ പാർക്കിലായിരുന്നു അല്ലേ. പക്ഷെ ഹൈ പാർക്കിൽ ഒരുപാട് നടക്കാനുണ്ട്, പിന്നെ തണുപ്പാണ്. ഹൈ പാർക്ക് അത് വേറെ സ്ഥലത്ത് പോയി. ആക്ച്വലി അവിടെയാണ് ആദ്യം ചെറി ബ്ലോസം വന്നതെന്നാ പറയുന്നത്. എവിടെ? ഹൈ പാർക്കില്. ആ, പിന്നെ ആൾക്കാർ അതിന്റെ വിത്ത് അല്ല തൈ കൊണ്ടുവന്ന് നട്ട് ഇങ്ങനെയൊക്കെ ആയതാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഹൈ പാർക്കിൽ പോകാൻ പറ്റില്ല. പക്ഷെ അവിടെ ഭയങ്കര തണുപ്പാണ്. അതുപോലെ ഇവിടുന്ന് നല്ല ദൂരമുണ്ട്, പിന്നെ പാർക്കിംഗ് കിട്ടത്തില്ല, ഒന്നുമില്ല. ഇതിവിടെ തിരക്ക് കുറവാന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്നു. ഇനി ഇവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ തിരക്കാണെങ്കിൽ ഉറക്കം വരുന്നടി. രാവിലെ ഒക്കെ നടക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ നമ്മളാ മടി പിടിച്ച് വേണ്ടിയിരിക്കുന്നത്. ദൂരങ്ങളിൽ ഒരു പട്ടിക്കുട്ടിയും ഒരു 7 മണിയൊക്കെ ആവുമ്പോൾ 7-8 മണിയാകുമ്പോൾ പോകണം. ഞങ്ങൾ കുറെ വഴി തെറ്റി വേറെ വഴിക്കൊക്കെ പോയി.
കാരണം ഈ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറൻഡോ ഒന്ന് നമ്മൾ മാപ്പ് ഇടുമ്പോഴത്തേക്കും ഇങ്ങോട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഒരുപാട് നമ്മൾ വഴിതെറ്റി ദൂരേക്ക് നടന്ന് പിന്നെ കുറേ നേരം കറങ്ങി കഴിയുമ്പോഴത്തേക്ക് അഞ്ജലി വിളിച്ച് പിന്നെ അവളും വഴി പറഞ്ഞു വന്ന് ഇപ്പം നമ്മളിവിടെ എത്തി. ഇനി പാർക്കിംഗ് എടുക്കണം. പാർക്കിംഗ് എടുക്കാൻ വേണ്ടി അവിടെ അതുകൊണ്ട് ഇങ്ങോട്ട് പോയി പാർക്കിംഗ് എടുത്താലേ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങ് ദൂരെ കുറേ ട്രീസ് കാണാം. പക്ഷെ അവിടെ തിരക്കാണോ എന്ന് അറിയത്തില്ല. തിരക്കാണെങ്കിൽ പാടായിരിക്കും. കാരണം നമുക്ക് നല്ല ഫോട്ടോ ഒന്നും കിട്ടില്ല. നിറച്ച ആൾക്കാരാണെങ്കിൽ മറ്റേ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി പോലെ ആയിപ്പോവും. അല്ലെങ്കിൽ നമുക്ക് പോയി നോക്കിയിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. എന്നാൽ പിന്നെ 1 മണിക്കൂറത്തേക്ക് എടുത്തോ, റിസ്ക് എടുക്കണ്ട. ടുളിപ്പ് ഇത് ഇവരുടെ ക്യാമ്പസിന്റെ ഉള്ളിലാ. നമുക്കിപ്പോ ദൂരെന്ന് നോക്കുമ്പോ കുറച്ച് ട്രീസ് കാണാം. എന്നിവിടെ വലിയ തിരക്കില്ല. ഇത് തന്നെയാണോ? എനിക്ക് തോന്നുന്നില്ല ഇതാണെന്ന്. സത്യ ഇത് തന്നെയാണോ? എന്തായാലും പിന്നെ ഇവിടെ പോയി എടുക്കാം. നല്ല 2-3 ഫോട്ടോസ് കിട്ടിയാൽ മതിയായിരുന്നു. ഇത് നോക്ക്, എന്ത് ബ്യൂട്ടിഫുള്ളാ. ഇത് മാത്രം ചെടികളാ. ഇതിപ്പോ ഫോണിനകത്ത് ഇവിടെ നോക്കുമ്പോ അത്ര ഭംഗിയില്ല. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോ ഭയങ്കര ഭംഗിയാ. ക്യാമറയിലൊന്നും നോക്കുന്ന അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല. നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു. ആൻഡ് നല്ല ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ട് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു സത്യം. പിന്നെ നമ്മൾ ചെന്നൊരു ഗുഡ് ഡേ ആയിരുന്നു. നമ്മൾ രാവിലെ ഏർലി മോർണിംഗാണ് പോയത്. അത് കാരണം അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നില്ല. വീട്ടിൽ പഠിക്കുന്ന 1-2 കുട്ടികളല്ലാതെ വേറെ അവിടെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു ഹോൾ ഗാർഡൻ സെറ്റ് ചെയ്ത പോലെ നമുക്ക് കുറേ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. Guys, look at this. I don't know if I can find my way out. എനിക്കാണെങ്കിൽ അവിടുന്ന് വരാനേ തോന്നുന്നില്ലായിരുന്നു. കാരണം കാറ്റടിക്കുമ്പോഴത്തേക്കും പെറ്റൽസ് ഒക്കെ പറഞ്ഞ് നമ്മുടെ ദേഹത്തേക്ക് വീഴുമ്പോൾ ഭയങ്കര ഒരു ഫെയറി ടെയിലിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഫുൾ ഫ്ലവേഴ്സ്. ഞാൻ ഫ്ലവേഴ്സിൻ്റെ നടുക്ക് നിൽക്കുന്ന പോലെ ഉണ്ട്. ആണോ ഒന്നുമില്ല കേട്ടോ. Everything is growing up tight. മൈ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ കുറെ നല്ല പിക്ചേഴ്സ് എനിക്ക് എടുത്തു തന്നിട്ടുണ്ട്. ഹായ്. അത് നമുക്ക് കാറ്റടിക്കുമ്പോ പെറ്റൽസ് ഇങ്ങനെ പറന്നു വരും. നമുക്ക് സോ ഗുഡ്. ഇത് എന്തൊരു ഭംഗിയാ കാണാൻ. മിക്കവാറും ഇന്നത്തോടെ ഈ പൂക്കളൊക്കെ പോവും. കാരണം ഇപ്പം മഴ പെയ്യാൻ പോവാം. ഇതൊക്കെ കൊഴിഞ്ഞു. ഇവിടെ ഇരുന്ന് ഈ ഗൂസുകൾ കാർന്ന് വെച്ചാൽ നിങ്ങൾ കേൾക്കില്ല. ഇതെന്തിനാവോ കരയുന്ന? മഴ വരുന്നുണ്ടാ? ഇങ്ങോട്ട് നോക്ക്, നല്ല ഫ്രെയിം, നല്ല രസം. If you are in Canada and excited to see cherry blossom, this is a perfect place for you guys. ഒട്ടും തന്നെ തിരക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. പുഷ്പങ്ങൾ വിരിച്ച പാത എന്ന് പറയാം. അതുപോലെ ഫുൾ പെറ്റൽസ് കിടക്കുകയാണ് ഗൈസ് ഇവിടെ. കുറേ പേര് ഇവിടെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഈ ചെറി ബ്ലോസം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. ആൻഡ് മറ്റൊരു പ്രത്യേകത ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ ചെറി ബ്ലോസം ട്രീസൊക്കെ ചെറിയ ട്രീസാണ്. ലൈക്ക് അത്ര ബിഗ്ഗായിട്ട് വളർന്ന ട്രീസ് അല്ല. സോ ഏത് ട്രീൻ്റെ താഴെ പോയി നിന്നാലും നല്ല ഫോട്ടോസ് കിട്ടും. കാരണം ഫ്ലവേഴ്സ് അത്രയ്ക്കും വിസിബിളായിട്ടുണ്ടായിരിക്കും. കാരണം എല്ലാം കുട്ടി കുട്ടി ട്രീസാണ് ഉള്ളത്. അതിനൊരു ട്രെയിലും കൂടി ഉണ്ട് അവിടെ വോക്ക് ചെയ്യാൻ വേണ്ടി. എന്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇപ്പോൾ വീടിന് പണിയെടുക്കുന്നതിൻ്റെ സത്യ നോക്കോ മുടിയൊക്കെ കാക്കാച്ചിനെ പോലെ കിടക്കുന്നത്.
എനിക്ക് വ്യൂവിൽ നിന്ന് പോവാൻ തോന്നുന്നില്ല. Oh my God. എന്തായാലും നന്നായി, കാരണം ഇവിടെ ഒട്ടും ആളില്ല. അല്ലാത്താ ഒട്ടും ആളില്ല. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. ആരുമില്ല, ആകെ 2 ആളെന്തോ ഉള്ളു. അത് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളാന്ന് തോന്നുന്നു, അല്ലാതെ വേറെ ആരുമില്ല. നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തേക്കും. നമ്മളിപ്പോൾ പോകും. ഇപ്പം നമ്മൾ വന്നിട്ട് 1 ഹവറിലേക്കുള്ള പാർക്കിംഗ് ആണ് എടുത്തിരിക്കുന്നത്. ഹവറിലേക്കുള്ള പാർക്കിംഗ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പോവാം. ഒരു 10 മിനിറ്റ് ഉണ്ട്. 1 ഹവർ ഞാൻ പറഞ്ഞു അരമണിക്കൂറത്തെ പാർക്കിംഗ് എടുത്താൽ മതി, അതൊക്കെ ആവശ്യമുള്ളത്. പക്ഷെ 1 ഹവറായിട്ടും നമ്മൾ എടുത്തു തീർന്നിട്ടില്ല. ഗൈസ് കണ്ടാ നിങ്ങളുടെ മുന്നിൽ നല്ല ബ്ലൂ സ്കൈ വിത്ത് ചെറി ബ്ലോസം. അതിനിടയ്ക്ക് ഞാനും എൻ്റെ സെറ്റ്. അങ്ങനെ ഞങ്ങൾ പോവാറായപ്പോഴത്തേക്കും അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് എന്തോ കുറച്ച് ആൾക്കാരവിടെ ചെറി ബ്ലോസംസ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ക്രൗഡായി, എന്നാലും അത്ര ബിഗ് ക്രൗഡൊന്നുമില്ല. ആൻഡ് ഗൈസ് ദിസ് വ്യൂ എനിക്ക് ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീഡിയോയും ഫോട്ടോയൊക്കെ സക്സസ്ഫുള്ളി എടുത്ത് ഞങ്ങൾ ഇന്നലെ കറക്റ്റ് സമയത്താണ് വന്നത്. കാരണം ആള് കുറവായിരുന്നു, ഇപ്പൊ നല്ല തിരക്കായി. ഓ, അത് എനിക്ക് തോന്നിട്ട് അത് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് അവരെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാന്ന് തോന്നുന്നു. അത് അവർ വന്നിട്ട് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് അവരവിടെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കും. അപ്പം ഞങ്ങൾ കഴിഞ്ഞ് ഞങ്ങളുടെ പാർക്കിങ്ങിൻ്റെ സമയം കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറേ നല്ല ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ഫോട്ടോ ഒക്കെ ഈ വീഡിയോൻ്റെ അവസാനം വെട്ടി ഒട്ടിക്കാം. ഇനി വീട്ടിൽ പോകണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കഠിനാഗ്ദാനി. ഓക്കെ ഗൈസ്, ബൈ ബൈ വർഷത്താ.